പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ബഅസ്നാ മിൻ ബഅദിഹിം മൂസാ വ ഹാറൂൻ. പിന്നീട് അവർക്ക് ശേഷം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിർഔനെയും അവന്റെ പ്രമാണന്മാരുടെയും അടുത്തേക്ക് മൂസായെയും ഹാറൂനെയും നാം നിയോഗിച്ചു. എന്നാൽ അവർ അഹങ്കരിക്കുകയാണ് ചെയ്തത്. അവർ കുറ്റവാളികളായ ഒരു ജനവിഭാഗമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പത്തെ ആയത്തിൽ അതിക്രമകാരികളുടെ ഹൃദയങ്ങളിൽ മേൽ അല്ലാഹു അപ്രകാരം മുദ്ര വെക്കുന്നു എന്ന വാക്ക് പറയുന്നുണ്ട് അല്ലെ. പണ്ടെപ്പോഴും ഒരു കളിയുണ്ട്. ഇപ്പം പിന്നെ ന്യൂജൻ കുട്ടികൾ അങ്ങനത്തെ കളി കളിക്കാറില്ല. എന്താണ് ഒരു കാര്യം അല്ലെ, എന്താണ് പദാനുപദം എന്തോ ഒരു പേരുണ്ട്, പദാക്ഷരി എന്നെന്തോ പേരുണ്ട്. ഒരു സിനിമ പേര് പറയാം. ഇപ്പം മാടപ്രാവിൻ്റെ കഥ എന്ന സിനിമയാണെങ്കിൽ അടുത്ത ആള് ധ എന്നുള്ള അവസാനം വരുന്ന വാക്കോ അതിന് തൊട്ട് മുമ്പത്തെ വാക്കോ വെച്ചിട്ട് അടുത്തൊരു പേരുണ്ടാക്കണം. അപ്പോൾ ഒരു മാടപ്രാവിൻ്റെ കഥ എന്ന് പറഞ്ഞപ്പോൾ ധ എന്നതിൽ ഒരു പേരുണ്ടാവില്ല, ക എന്ന പേരിൽ മറ്റൊരു സിനിമ പേര് പറയണം. അപ്പോൾ ക എന്ന പേര് കളിയാട്ടം എന്ന് പറയും. അപ്പോൾ കളിയാട്ടത്തിലൊരു സിനിമയിൽ ഏതെങ്കിലും മറ്റക്ഷരങ്ങൾ യാ ഉണ്ട്. യാ എന്ന പേരിൽ പിന്നെ ഒരു പേര് ഈ യവനിക എന്ന ഒരു പേര്, ഇങ്ങനെ ഒരു പദാക്ഷരി എന്തോ എന്ന പേര് അതിനുണ്ട്. ഇപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് ഖുർആൻ്റെ ഓരോ ശൈലികളും. ഇവിടെ അതിക്രമകാരികളുടെ ഹൃദയങ്ങളിൽ മേൽ അപ്രകാരം മുദ്ര വെക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അതിക്രമം കാട്ടിയിട്ടുണ്ട് ആര്? ഫിർഔന്റെ കഥയിലൊക്കെ അതിക്രമകാരി എന്ന വാക്ക് പറയുന്നുണ്ട്. അബാവസ്തക്ബറ വകാന മിനൽ കാഫിരീൻ എന്ന് പറയുന്നുണ്ട്. അപ്പം അതിക്രമകാര്യത്തെ ഉദാഹരണം പറയുകയാണ് ഇവിടെ ഇനി അങ്ങോട്ടേക്ക്. അപ്പം അതിക്രമം ചെയ്ത ഒരു വ്യക്തിയാണ് ഫിർഔന്റെ കഥയിലേക്ക് കടക്കുകയാണ്. നൂഹ് നബിയുടെ കഥയ്ക്ക് എന്താണ് കാരണം? അതിന് മുമ്പത്തായത്തിൽ പറഞ്ഞത് ആകാശവും ഭൂമിയും എല്ലാം അല്ലാഹുവിൻ്റെതാണ്. അപ്പം ആകാശവും ഭൂമിയും ഒക്കെ സമ്മേളിച്ചിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ. 7 ദിവസവും 7 രാവും 7 പകലും വെള്ളപ്പൊക്കം ഉണ്ടാവണമെങ്കിൽ അത് ആകാശത്തിൽ നിന്നാണ് മഴ വരുന്നത്, ഭൂമിയാണ് മഴ ശേഖരിച്ചത്. അപ്പോൾ ആകാശവും ഭൂമിയും അള്ളാഹു പറഞ്ഞത് കേട്ടത് കൊണ്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ ഒക്കെ അള്ളാഹുവിൻ്റെതാണ് എന്ന് സ്ഥാപിക്കാനാണ് നൂഹ് നബിയുടെ കഥ പറഞ്ഞത്. ഇപ്പം ഇവിടെ അതിക്രമകാരി എന്ന പേര് പറഞ്ഞത് കൊണ്ട് ഈ ഫിർഔന്റെ കഥയിലേക്ക് കിടക്കണം. അപ്പോൾ ഖുർആൻ ഓരോ വാക്കുകളും ഓരോ ചരിത്രങ്ങളും പിന്നെ ഈ മുമ്പത്തെ ആയത്തുമായിട്ട് ബന്ധമുണ്ടാവും. അപ്പോൾ അഹങ്കരിച്ചു. ഇപ്പോൾ ഫിർഔന് എന്ത് ചെയ്തു? ഫിർഔനെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ അള്ളാഹു നിയോഗിച്ചത് ആരാണ്? അയാളുടെ കൊട്ടാരത്തിൽ നിന്ന് ജനിച്ച് വളരാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് അള്ളാഹു മൂസാ നബിയെ വളർത്തുന്നത്. കാരണം ഒരു വ്യക്തിയെ പറ്റി അല്ലേ, കരാട്ട പഠിച്ചവൻക്കാണ് കരാട്ടക്കാരൻ്റെ തടവുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. കരാട്ട പഠിക്കാത്തവനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കരാട്ട പഠിച്ചവൻ്റെ അടി വാങ്ങി പിന്നെ രോഗിയായി കിടക്കേണ്ടി വരും. അപ്പം കരാട്ടയുടെ അടികൾ തടുക്കണമെങ്കിൽ കരാട്ട പഠിച്ചേ പറ്റും. അപ്പോൾ തന്നെ ഫിർഔനിൽ നിന്നുള്ള അതിക്രമകാര്യം നേരിടണമെങ്കിൽ അവൻ്റെ കൊട്ടാരത്തിൽ ജനിച്ചു വളർന്ന കുട്ടിക്ക് കഴിയുള്ളൂ. ഇപ്പോൾ ടിപ്പു സുൽത്താൻ എന്ന് വെച്ചാൽ ആരാണ്? അദ്ദേഹത്തിൻ്റെ പിതാവും മറ്റൊരു പിന്നെ മുഗൾ ഭരണാധികാരിയാണ്. ഔറംഗസേബിൻ്റെ മകനോ ഏറ്റവുമാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ ആ പിതാവിൻ്റെ കീഴിലാകുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് എല്ലാവിധ അക്കാലത്ത് ലഭ്യമായ ഏറ്റവും നല്ല വാൾപ്പയറ്റും ഒക്കെ കുതിരസവാരിയും ഒക്കെ ചെറുപ്രായത്തിലെ തന്നെ പഠിക്കാൻ കഴിയും. ഇപ്പം എന്ത് കളിയും ചെറുപ്രായത്തിലേ പഠിക്കണം. ഇപ്പോൾ നമ്മുടെ ജിംനാസ്റ്റിക്, ചൈനയിലൊക്കെ ജിംനാസ്റ്റിക്കിൽ ഒളിമ്പിക്സിൽ നമുക്കാണ് അവർ ഏറ്റവും മുൻപന്തിയിലെത്താൻ തോന്നുന്നു. അപ്പോൾ അവർ അങ്ങനെ മുൻപന്തിയിലെത്തുന്ന ചെറുപ്രായത്തിൽ 5 വയസ്സിൽ തന്നെ കുട്ടികളെ ജിംനാസ്റ്റിക് പഠിപ്പിക്കും. അപ്പോൾ നമ്മളേക്കും കുട്ടികൾ മരിച്ചു പോകില്ല, ഇങ്ങനെയൊക്കെ കൽപ്പിച്ചാൽ ഒന്നും സംഭവിക്കില്ല. നല്ല മെയ്വഴക്കമൊക്കെ കിട്ടണമെങ്കിൽ ചെറുപ്പത്തിലെ പഠിക്കണം. അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ ചെറുപ്പത്തിൽ തന്നെ അമ്പെയ്ത്ത് മത്സരം, കുതിരയോട്ടം ഒക്കെ പഠിക്കാനുള്ള സൗകര്യം പിതാവ് രാജാവാണല്ലോ, മുഗൾ ഭരണാധികാരിയാണ്. അപ്പോൾ ഏറ്റവും നല്ല പ്രഗത്ഭരായ
അമ്പെയ്ത്ത് വിദ്യക്കാരെയും കുതിര സവാരിക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തി മകനെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ വിറപ്പിക്കാൻ കഴിഞ്ഞു മുസ്ലിം. ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ ആളപായം ഉണ്ടായത് ടിപ്പു സുൽത്താൻ മൂലമാണ്. എന്നിട്ട് ടിപ്പു സുൽത്താൻ അവർ കൊന്ന ചതിയിലൂടെയാണ് കൊന്നത്. ചതിയിലൂടെ അല്ലാതെ നേർവഴിക്ക് കൊല്ലാൻ അവർക്ക് കഴിയില്ലായിരുന്നു ശപിക്കപ്പെട്ട ബ്രിട്ടീഷുകാർ. ആ ശപിക്കപ്പെട്ട ബ്രിട്ടീഷുകാരുടെ പ്രേതമാണ് ഇപ്പോൾ ശപിക്കപ്പെട്ട മോദിയിലും അവൻ്റെ BJP പാർട്ടിയിലും ഉള്ളത്. ആ ശപിക്കപ്പെട്ട മോദിയും അവൻ്റെ പാർട്ടിയും അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ. ആമീൻ. ഈയുള്ളവനെല്ലാ വെള്ളിയാഴ്ച നമസ്കാരത്തിൽ രണ്ട് ജുമാക്കുള്ള പ്രാർത്ഥനയ്ക്കിടയിൽ ഇമാമ ഇരിക്കുന്ന സമയത്ത് ഒരു കുത്തുബ കഴിഞ്ഞാൽ ഇമാമ ഇരിക്കും. എന്നിട്ട് രണ്ടാമത്തെ കുത്തുബ ആരംഭിക്കും. അപ്പോൾ അതാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ശപിക്കപ്പെട്ട ഇബ്ലീസും ദജ്ജാലിനും എതിരെ പ്രാർത്ഥിക്കുക. അവനാണ് ഏറ്റവും വലിയ ദജ്ജാൽ, അല്ലേ? ഏറ്റവും വലിയ ഫിത്ന ഉണ്ടാക്കുന്നതാണ് ഈ ശപിക്കപ്പെട്ട ദജ്ജാൽ. അതുകൊണ്ടാണ് നമ്മൾ അത്തഹിയാത്തിൽ ശപിക്കപ്പെട്ട ദജ്ജാലിൻ്റെ കുഴപ്പങ്ങളെ തൊട്ട് നമ്മൾ കാവലിനെ തേടും. അതുപോലെ തന്നെ നമ്മൾ ശപിക്കപ്പെട്ട ഇബ്ലീസും ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് നമ്മൾ രക്ഷ നേടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കൂട്ടത്തിൽ ശപിക്കപ്പെട്ട മോദിയെയും അവൻ്റെ പാർട്ടിയും തകർക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഉള്ളവന് കഴിഞ്ഞ ആഴ്ച മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളും അത് തുടങ്ങുക. എങ്കിലേ തകർക്കാൻ കഴിയുള്ളൂ. കാരണം അത്രക്കും നെറികെട്ടവനാണ്, അല്ലേ? ഒരു ചെറിയൊരു വാഴ തൈ നമുക്ക് കൊടുവാളിൽ ഒറ്റ വെട്ടുകൊണ്ട് നമുക്ക് വീഴ്ത്തിയിടാൻ കഴിയും. അല്ലെങ്കിൽ ഒരു കാട്ടപ്പ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളസസ്യം നമുക്ക് ഒറ്റ വെട്ടിന് നമുക്ക് പിഴുതിടാൻ കഴിയും. പക്ഷെ വലിയൊരു ആൽമരമോ പടർന്ന് പന്തിച്ച് വലിയ മരം നമുക്ക് ഒറ്റവെട്ടിന് കഴിയും. തുടർച്ചയായിട്ട് വെട്ടിക്കൊണ്ടിരിക്കണം. തകർക്കാൻ കഴിയും എന്തായാലും, പക്ഷെ നമ്മൾ തുടർച്ചയായിട്ട് വെട്ടിക്കൊണ്ടിരുന്നാലേ അത് തകരുള്ളൂ. അതുപോലെ ശപിക്കപ്പെട്ട മോദിയും അവന് ഇന്ത്യ രാജ്യത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ അധികാരത്തിൽ വന്നവനാണ്. കള്ളത്തരത്തിലൂടെ കയറിയവനാണ്. അപ്പം അവനെ നമ്മൾ നിരന്തരം പ്രാർത്ഥനയിലൂടെ മാത്രമേ അവനെ തകർക്കാൻ. പ്രവർത്തനം കൂടി വേണം. ഇപ്പോൾ CJP പാർട്ടി പ്രവർത്തിച്ചല്ലോ, ഇതുപോലുള്ള പ്രവർത്തനം വേണം, പ്രാർത്ഥനയും വേണം. അപ്പോൾ നിരന്തരം എല്ലാവരും ശപിക്കപ്പെട്ട മോദിക്കെതിരെയും അവൻ്റെ BJP പാർട്ടിക്കെതിരെ നിരന്തരം പ്രാർത്ഥിക്കുക. എങ്കിലേ അവൻ തകരുകയുള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു അക്രമകാരിയായിരുന്നു ശപിക്കപ്പെട്ട ഫിറോനെ തകർക്കാൻ വേണ്ടി അള്ളാഹു മൂസാ നബി എന്ത് ചെയ്തു? ഫിറോൻ്റെ കൊട്ടാരത്തിൽ തന്നെ ജീവിക്കാനുള്ള സൗകര്യത്തിൽ അള്ളാഹു വളർത്തിക്കൊണ്ട്. അതാണ് അള്ളാഹു തന്ത്രം. അള്ളാഹു എന്തുമാത്രം തന്ത്രജ്ഞനും യുക്തിമാനുമാണ്. ഇപ്പം നമ്മുടെ CJP പാർട്ടിയുടെ പ്രവർത്തനം നോക്കൂ. ശപിക്കപ്പെട്ട മോദി യാതൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടില്ല. അവൻ അധികാരത്തിൽ കയറിയ മുതൽക്ക് ഒരു പത്രസമ്മേളനം വിളിച്ചു വിട്ടിട്ട്. കാരണം നമുക്ക് സംസാരിക്കാൻ അറിയില്ല, എഴുതി കൊടുത്ത് വായിക്കാനേ അറിയുള്ളൂ. ഇപ്പോൾ ടെലിപ്രോംപ്റ്റർ വഴിയാണ് അവന് ഈ ലൈവ് സംഭാഷണം നടത്തിയത്. അയാളെ കണ്ണിൽ കാണുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ ന്യൂജൻ യുവാക്കൾ പൊളിച്ചടക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഒരിക്കലും പത്രസമ്മേളനം നടത്താൻ കഴിയില്ല. നമുക്ക് ഫോട്ടോഷൂട്ട് നടത്തുക, ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. നല്ല നല്ല മാറ്റം ഡ്രസ്സുകൾ ഇട്ടിട്ട് ഫോട്ടോഷൂട്ട് നടത്തുക, പല രാജ്യങ്ങളിൽ കറങ്ങി നടക്കുക. ഇല്ലുമിനാറ്റിയുടെ ആളാണ് അവന്. നമ്മുടെ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ ഇല്ലുമിനാറ്റിക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു ശാപം പിടിച്ചവനാണ് അവൻ. അപ്പോൾ അവനെപ്പോലത്തെ ഒരു കൊടും കുറ്റവാളിയാണ് ഈ ഫിറോൻ. ജനിക്കുന്ന ചെറു കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കിയ വ്യക്തിയാണ്. തൻ്റെ അധികാരത്തിന് ഭീഷണിയുമാവുമെന്ന് കരുതിയിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെ മുഴുവനും കൊന്നൊടുക്കിയ വ്യക്തിയാണത്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോൾ ഇവിടെ ആൺകുട്ടികൾ ഇല്ലാണ്ടാവില്ല. അപ്പം രാജ്യത്ത് യുദ്ധം ചെയ്യാൻ ആളെ കിട്ടില്ല പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടി ജ്യോത്സ്യന്മാർ പറഞ്ഞു, ഒറ്റ വർഷങ്ങളിൽ ജനിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ അന്തകനായിട്ട് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ വർഷങ്ങൾ. ഇപ്പം 2026 ആണെങ്കിൽ 8 വർഷമാണ്, 2027 ഒറ്റ വർഷം. അങ്ങനെ ഒറ്റ വരുന്ന വർഷങ്ങളിൽ ജനിക്കുന്ന കുട്ടിയാണ് നിങ്ങളുടെ അന്തകനായി വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒറ്റ വർഷങ്ങളിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം ശപിക്കപ്പെട്ട ഫിറോനെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. പക്ഷേ മൂസാ നബിയുടെ സഹോദരൻ ഹാറൂന് ഇരട്ട വർഷങ്ങൾ ജനിച്ചാണ്. മനസ്സിലായി? ഇരട്ടയായ വർഷങ്ങളിലാണ് ജനിച്ചത്. പക്ഷെ മൂസാ നബി ജനിച്ചു ഒറ്റയായ വർഷങ്ങളിൽ. അതുകൊണ്ട് മൂസാ നബിയുടെ ജനനം മാതാവ് രഹസ്യമാക്കി വെക്കുകയും പിന്നീട് അവൻ്റെ ജീവനിൽ ഭീഷണി ഉണ്ടെന്ന് കണ്ടപ്പോൾ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്തത്. അങ്ങനെ ആ കുട്ടിയെ
എന്ത് ചെയ്തു, കുട്ടികളില്ലാത്ത അദ്ദേഹത്തിൻ്റെ ഫിറോൻ്റെ ഭാര്യ കണ്ടെത്തുകയും ആ കൊട്ടാരത്തിൽ വളർത്തുകയും ചെയ്തു. ഫിറോന്ന് വെച്ചാൽ അയാളുടെ ഭാര്യ എന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. നമ്മുടെ ചേലേമ്പ്ര ബാങ്ക് കവർച്ച നടന്നല്ലോ, അതിൽ അയാൾ ഭയങ്കര ബുദ്ധിമാനാണ്. ചേലേമ്പ്ര ബാങ്ക് കവർച്ച നടത്തിയ വ്യക്തി എന്താണ്, ജെയ്സൺ ഒക്കെയാണ് പേര്. ഭയങ്കര ബുദ്ധിമാനാണ്. അയാൾക്ക് തന്ത്രപരമായിട്ടൊക്കെ പല കാര്യങ്ങളും ചെയ്തു. അയാൾ ഒരു ഫോൺ നമ്പർ പോലും, ഒരൊറ്റ ഫോൺ നമ്പർ, അതിനായിട്ട് അയാൾ ഒരു ഫോൺ വാങ്ങി. ഈ ബാങ്കിൻ്റെ അടിയിലെ റൂം വാങ്ങാൻ വേണ്ടിയിട്ട് ആ മുതലാളിയുമായിട്ട് ബന്ധപ്പെടണം. ആ ബിൽഡിങ്ങിൻ്റെ മുതലാളിയുമായിട്ട് ഫോൺ വിളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് അയാളൊരു ഫോൺ വാങ്ങി, റിലയൻസിൻ്റെ ഫോൺ വാങ്ങി. അതിൽ മാത്രം അയാൾ ആ മുതലാളിയെ വിളിച്ചു. മുതലാളി അയാൾക്ക് അവിടെ ബാങ്കിൻ്റെ താഴെയുള്ള റൂം കൊടുത്തു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, മുകളിലേക്ക് തുരന്നിട്ട് ഏതോ സിനിമയിൽ കണ്ട പോലെ തുരന്ന് മുഴുവൻ സ്വർണം എടുത്ത് കൊണ്ടുപോയി, പണവും സ്വർണമൊക്കെ എടുത്തുകൊണ്ടുപോയി. അതിൽ സന്ദർഭത്തിന് പോരാത്തതിന് എന്തെങ്കിലും ജയ് മാവോ എന്ന് എഴുതി വെച്ചു അതിൽ. ഇങ്ങനെയൊക്കെ തന്ത്രപരമായിട്ട് അയാൾ ചെയ്തു. പിന്നെ അയാളെപ്പോൾ തൊപ്പിയിട്ടിട്ടാണ് വീഴുന്നത്, കഷണ്ടിയാണ്, തൊപ്പിയിട്ടിട്ടുകൊണ്ടാണ് വീഴുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ മുഖം ശരിക്കും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ അധികം തന്ത്രപരമായിട്ടൊക്കെ ചെയ്തു. പക്ഷേ അയാൾ അങ്ങനെ പിടിക്കപ്പെട്ടത് വെച്ചാൽ അയാളുടെ ഭാര്യ അയാൾക്ക് വീക്ക്നെസ് ആയിരുന്നു. ഭാര്യ എന്ത് പറഞ്ഞാലും അയാൾ കേൾക്കും. അങ്ങനെ ഭാര്യ ഗർഭിണിയാണ് ഭാര്യ എന്ത് ചെയ്തു, പോലീസ് നിർദ്ദേശപ്രകാരം അയാളെ വിളിപ്പിച്ചു, ആശുപത്രിയിലേക്ക് വിളിപ്പിച്ചു. ഭാര്യയെ വിളിച്ചാൽ അയാൾക്ക് വരാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അയാൾ വരികയും അങ്ങനെ പോലീസ് പിടിക്കുകയും ചെയ്തു. ഭാര്യയുടെ വീക്ക്നെസ് ആയതുകൊണ്ട് അയാളവിടെ പിടിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഫിറോൻ്റെ ഭാര്യ അയാൾക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഭാര്യ പറഞ്ഞു, ഈ കുഞ്ഞിനെ നമ്മൾ കൊട്ടാരത്തിൽ വളർത്താമെന്ന് പറഞ്ഞപ്പോൾ ഫിറോൻ അത് അനുസരിക്കുകയും അതിനെ കൊട്ടാരത്തിൽ വളരുകയും അങ്ങനെ മൂസാ നബിക്ക് പക്വതയൊക്കെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു ഫിറോൻ്റെ പിന്നെ ക്രൂരതകൾ മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ കാരണത്താലെ മറ്റു ചില സാഹചര്യങ്ങളായ മൂസാ നബിക്ക് നാട് വിട്ടു പോകേണ്ടി വരികയും വീണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഫിറോനെ തകർക്കാനായി അള്ളാഹു അദ്ദേഹത്തെ ഫിറോൻ്റെ അടുത്തേക്ക് അയക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കൂടാതെ മറ്റു ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഇങ്ങനെ അതിക്രമകാരികൾ ഏത് ഭരണാധികാരികളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഇപ്പം CJP പാർട്ടിയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മോദി തകരും, ഇല്ലെങ്കിൽ അവരുടെ ആവശ്യം നിറവേറും എന്ന് ഞാൻ പറഞ്ഞു. പല ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, വാട്സപ്പ് ഗ്രൂപ്പിൽ. പക്ഷെ അവരാരും വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു ഇവർ ചെറിയ കൂറ പാർട്ടികൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് നമ്മൾ ധർമ്മേന്ദ്ര എന്ന വ്യക്തി മോദിയൊക്കെ തീരുമാനിച്ചത്. പക്ഷേ ഖുർആൻ വായിച്ചൊരു വ്യക്തിക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും ഏത് അക്രമിയായ ഭരണാധികാരിയും ഒരു നാൾ തകരും. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് CJP വിജയിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചും ചെയ്തത്. ഖുർആനും അതുപോലെ തന്നെ മറ്റും മതഗ്രന്ഥങ്ങൾ, രാമായണം, മഹാഭാരതം അല്ലെങ്കിൽ ബൈബിൾ, ഇതിലൊക്കെ അവഗാഹമുള്ളവർക്ക് എളുപ്പം കാര്യം പിടികിട്ടും. ഇതൊന്നും വായിക്കാതെ വെറും ഇല്ലുമിനാറ്റി പാഠപുസ്തകങ്ങളായ ശാസ്ത്രവും അതുപോലെ തന്നെ നിരീശ്വരവാദ പ്രസംഗങ്ങളും കേട്ട് നടന്നവർക്ക് ഒന്നും മനസ്സിലാവില്ല. എല്ലാവരും പറയും ഇതൊക്കെ ഒരു കൂറപ്പാർട്ടിയാണ്, ഇതൊന്നും മുന്നോട്ട് പോകില്ല, തകരുമെന്നാണ്. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു, അവർ വിജയിച്ചു, ധർമ്മേന്ദ്രൻ രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ അതാണ് നമ്മൾ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കാഴ്ച ലഭിക്കും. നമുക്ക് പലതും മുൻകൂട്ടി കണ്ടെത്താനും ഓരോന്നിൻ്റെയും സംഭവം അതിൻ്റെ പര്യവസാനം എളുപ്പം നമുക്ക് മുൻകൂട്ടി അറിയാനുമൊക്കെ ഖുർആനും കൊണ്ടും അതുപോലത്തെ മറ്റു മതഗ്രന്ഥങ്ങൾ കൊണ്ടും നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ മതഗ്രന്ഥങ്ങൾ ധാരാളം പഠിക്കുകയും ഉൾക്കാഴ്ചയുള്ളവരായി തീരുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.